ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് വരട്ടിയത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഗീ റൈസിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ട, ഇഡലി, അപ്പം ഇവയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ബീഫ് വരട്ടിയത്. പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീഫ് വരട്ടിയത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 സവാള വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഇത്ര മാത്രം വെള്ളം ഒഴിക്കുക, വെള്ളം കൂടി പോകരുത്. ബീഫ് വേവുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. മലബാർ റെസിപ്പികൾ തയ്യാറാക്കുമ്പോൾ പരമാവധി വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, അതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്യണം. സ്ക്വയറായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് നേരം അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാൻ നോക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് സവാള ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ തവി ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് തക്കാളിയൊക്കെ സോഫ്റ്റായി വരും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ വരെ പെരിഞ്ജീരകം പൊടിച്ചത് ഇവ കൂടി ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെക്കണം. അപ്പോഴേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരും.
ആ ടൈമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലുള്ള വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല. വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇതിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി വരും. ഇനി ഈ മസാലയും ബീഫൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് നേരം നമുക്കിത് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തിക്കായി വരും. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗീ റൈസിനൊക്കെ ആകുമ്പോൾ ഇത്രയും ഗ്രേവി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിൻ്റെ മുകളിലായിട്ട് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നിങ്ങൾ ചപ്പാത്തിക്കോ പൊറോട്ടക്കോ ആണ് ഈ ബീഫ് വരട്ടിയത് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇഡ്ഡലിക്കും അതുപോലെ അപ്പത്തിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പലരും തയ്യാറാക്കുന്ന റെസിപ്പി തന്നെയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും വെറൈറ്റികളായിട്ടുള്ള റെസിപ്പികളും അതുപോലെ വ്ളോഗുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.